ആശാ വർക്കറാണ് മാഡം. ഒരു വലിയ ദുരന്തത്തെയാണ് നിങ്ങൾ നേരിട്ടത്. ഒരുപാട് പേര് പോയി അറിയാം. ആ വികാരം മനസ്സിലാക്കുന്നു. എന്താണ് ഇപ്പോൾ പറയാനുള്ളത്? പറയാനുള്ളത് വെച്ചാൽ ഞങ്ങളുടെ നാട് പ്രത്യേകിച്ചിട്ട് നല്ലൊരു ഒത്തൊരുമുള്ള നാടായിരുന്നു. ജാതിമതം ഞങ്ങളുടെ നാട്ടിലില്ല. എല്ലാവരും ഒരുമിച്ച് ഒരു കല്യാണം മരണം വന്നു കഴിഞ്ഞാൽ അവിടെ രാഷ്ട്രീയ പാർട്ടിയോ ജാതിമതം ഇല്ലാതെ ഒത്തൊരുമയിൽ പോയിരുന്ന നാടായിരുന്നു. ഞാനവിടെ 15 വർഷമായി വർക്ക് ചെയ്യുന്നു. ഓരോരോ വീട്ടിലത്തെ ആൾക്കാരുടെ വിഷമങ്ങളും പ്രയാസങ്ങളും എന്താണെന്ന് നന്നായി അറിയാം. നമ്മൾ രോഗികൾ ഇഷ്ടം പോലെ ഉണ്ട്. കണ്ണ് കാണാത്തവരുണ്ട്, പാലിയേറ്റീവ് പേഷ്യൻ്റ് ഉണ്ട്, കിഡ്നി പേഷ്യൻ്റ് ഉണ്ട്, CA പേഷ്യൻ്റ് ഉണ്ട്. എല്ലാ പേഷ്യൻറ്റും എല്ലാ അസുഖമുള്ള ആൾക്കാരും ഉണ്ട്. എന്നാലും ഒരു പ്രശ്നത്തിൽ എന്തെന്നാ പറയുക, 2 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിലല്ലായിരുന്നു. ഞങ്ങൾ വീട് ഒരു ഹൈറ്റിലാണ്. അപ്പോൾ അവിടെ ബാക്കിൽ വലിയ തിണ്ടാണ്. അപ്പോൾ ഞങ്ങൾ മഴ വന്നാൽ ഹസ്ബൻഡിൻ്റെ ഉമ്മ അവിടെ നിർത്തില്ല. ഉമ്മക്ക് ഭയങ്കര പേടിയാണ്. ഉമ്മ അപ്പം വിളിക്കും, ഞങ്ങൾ തറവാട്ടിലേക്ക് വിളിക്കും. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലായിരുന്നു. ഞങ്ങൾ തറവാട്ടിൽ നിന്നാണ് ഞങ്ങൾ ഇറങ്ങി ഓടുന്നത്. പക്ഷേ എന്താണെന്ന് പറയാൻ പറ്റില്ല. ആ പരിസരത്ത് ഒരു വീട് പോലും ഇല്ല. ഞങ്ങളൊരു വീടിന് മാത്രം ദൈവം അവിടെ എന്തിനു വെച്ചെന്ന് എനിക്കറിയില്ല. ഞങ്ങളൊരു വീട് മാത്രം നാട്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ട് ആ പരിസരത്തുണ്ട്. പക്ഷേ വീട്ടിൽ ഒരു ചെളി പോലും കയറിയിട്ടില്ല. പിന്നെ ഞങ്ങളുടെ രേഖകൾ മൊത്തം മെയിനായിട്ട് ഞങ്ങളുടെ ഹെൽത്ത് വർക്കിൻ്റെ എല്ലാ രേഖകളും വീട്ടിനകത്താണ്. ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. തലേന്ന് രാത്രി 4 മണിക്ക് അനിയൻ്റെ വീട്ടിൽ നിന്ന് മേലെ ഒന്നായിട്ട് ചളിവെള്ളം വരുന്നത് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് സേഫ് മാറ്റി ഞങ്ങൾ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ വിളിച്ച് 4 മണിക്ക് ഞങ്ങളും പോയി. പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിട്ടേ ഇല്ല. പിന്നെ അവിടെ നമ്മളെ ഒരു കോളനി ഉണ്ട്, SC കോളനി ഉണ്ട്. അവിടെ ഒരു 16 പേരുണ്ട്. അപ്പോൾ രാവിലെ ഇവിടുന്ന് പ്രസിഡൻറ്റും ഒക്കെ വന്നിട്ട് ഞങ്ങൾ അവരെ ചൂരമല സ്കൂളിലേക്ക് മാറ്റി. അതുകൊണ്ട് മാറ്റി. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ അല്ലേ പൊട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ അറിഞ്ഞ പാടെ അവരെന്നെ വിളിച്ചു, താത്ത നല്ല വെള്ളം വരുന്നുണ്ട്, ഞങ്ങളൊക്കെ വെള്ളത്തിൽ. ഞാൻ പറഞ്ഞു ഇറങ്ങി ഓടിക്കോ, ഞാൻ എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വാർഡ് മെമ്പറെ വിളിച്ചു പറഞ്ഞു. അങ്ങനെ ഞാൻ നമ്മുടെ 100 മെമ്പറൊക്കെ ഇടപെട്ട് അവരോടി ഏതോ ഒരു വീട്ടിൽ കയറി രക്ഷപ്പെട്ടു. പക്ഷേ ഇന്നിപ്പോൾ ഞാൻ അവരെ പോയി കണ്ടപ്പോൾ പിന്നെ എനിക്ക് അവരെ കാണാൻ പറ്റില്ല. ഇന്നിപ്പോൾ ഞാൻ വൈകുന്നേരം പോയി കണ്ടപ്പോൾ അവർ മൊത്തം എന്നെ കെട്ടിപ്പിടിച്ചിട്ട് കരയുക ചെയ്യുന്നത്. ഉമ്മച്ചി ബാക്കിയായില്ലേ, ഞങ്ങൾ വന്ന് കാണാൻ ഇനി ഉമ്മച്ചി ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് അവർ മൊത്തം കരഞ്ഞു. അപ്പോൾ അവരെ അമ്മയ്ക്ക് നല്ല പ്രായം ഉണ്ടാവും. കാലൊക്കെ എനിക്ക് കാണിച്ചു തന്നു. കാലിലൊക്കെ മുറിയായിട്ടുണ്ട്. അമ്മേൻ്റെ കാലിലൊക്കെ മുറിയുണ്ട്. പിന്നെ 5 കുട്ടികളും ഉണ്ട്. 10 വയസ്സ് താഴേക്കുള്ള 3-4 കുട്ടികളുണ്ട്. അപ്പം ഞങ്ങൾ കുട്ടികളൊക്കെ എടുത്ത് ഒരു കുട്ടി വീണത്രേ, കയ്യിൽ നിന്ന് വീണ് പോയിരുന്നു. എന്താ അതിനൊരു തോളിലിട്ട് ആ കുട്ടീൻ്റെ വെടി ചെറുതായിട്ടൊന്ന് ഇതായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അതൊക്കെ സാരമില്ല, നമുക്ക് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് മാറ്റാമെന്നൊക്കെ പറഞ്ഞ് അവർ സമാധാനിപ്പിച്ചിട്ട് വന്നിട്ടുണ്ട്. പിന്നെ ഒറ്റൊരു വാക്കേ പറയാനുള്ളൂ. എന്താ വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ 100 പേരുള്ളെങ്കിൽ ആ 100 പേര് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ പഴയ പോലെ ഐക്യത്തോടെ കഴിയാനുള്ള സംവിധാനം സർക്കാർ ചെയ്തു തരണം. ഞാനൊരു ആശാ വർക്കർ എന്ന നിലയ്ക്ക് പറയില്ല, എൻ്റെ നാടിനോട് ഞങ്ങൾ സ്നേഹം കൊണ്ട് പറയും. ഞങ്ങൾ നാട്ടിൽ ഇവിടെ ഒരുപാട് പേര് നിൽക്കുന്നു, എല്ലാവർക്കും അറിയാം. അത്ര ഐക്യമുള്ളൊരു നാടാണ്. ഞങ്ങളുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടെങ്കിൽ ആ വീട്ടുകാരൊന്നും അറിയണ്ട, അതിലേക്കുള്ള സാധനം അവിടെ കൊണ്ടുവച്ച് കൊടുത്താൽ നമ്മൾ കല്യാണം കഴിഞ്ഞ് നമ്മൾ മദ്രസ കഴുകിയിട്ട് ആക്കിയിട്ടാണ് അവർ വിടുക. ഒരു മരണമാണെങ്കിൽ വീട്ടുകാർ കരഞ്ഞാൽ മതി, സത്യം പറയാം. പക്ഷേ അതിലേക്ക് വേണ്ട എല്ലാ കാര്യവും ഞങ്ങൾ നാട്ടുകാർ നല്ല സജീവമായിട്ടുണ്ട്. പിന്നെ എൻ്റെ 3-4 പേര് എൻ്റെ മോൻ്റെ ഏറ്റവും വലിയ ഫ്രണ്ട്സാണ്. അപ്പോൾ അവൻ്റെ ഉപ്പയും പോയി, അവൻ്റെ വല്യപ്പയും പോയി, അവൻ്റെ ജ്യേഷ്ഠനും പോയി. പക്ഷെ വേറൊരു ജ്യേഷ്ഠന് അവൻ്റെ തലയിൽ ഒരു മരം വെച്ചിട്ടാണ് ഇത്ര അവൻ്റെ അനിയനെ താങ്ങി നിർത്തിയത്. അപ്പോൾ അവൻ ആ തല താഴ്ത്തി കഴിഞ്ഞാൽ ആ സ്രേവ് ഇങ്ങോട്ട് വീണിട്ട് അനിയൻ മരിക്കും. അതിൽ അവനെ എടുത്തിട്ട് ഞങ്ങൾ കൊണ്ടുപോകുമ്പോൾ ആ ഡിസ്കിന് പ്രശ്നമുണ്ട്. അപ്പം ഞങ്ങൾ കുളിപ്പിച്ച് കഴിഞ്ഞപ്പോൾ അവന് എവിടെയും തൊടാൻ നയിക്കുന്നില്ല. എല്ലായിടത്തും അവന് വേദന. ഇവിടെ ഇങ്ങോട്ട് നല്ല മുറി വയ്ക്കിട്ടുണ്ട് സ്ലേവ്. അപ്പം എന്നിട്ട് ഇവൻ എന്താ അതിന് പറഞ്ഞറിയാം, സുബുത്താത്ത എത്ര കരഞ്ഞ് വിളിച്ച് 2 മണിക്ക് തുടങ്ങി കരച്ചില്ലല്ലേ, ആരെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ എണ്ണി പോവുകയാണ്. എൻ്റെ എണ്ണി ഛർദ്ദിച്ചിട്ടാണ് മരിച്ചത്, ശ്വാസം മുട്ടിയാണ് എൻ്റെ എണ്ണി മരിച്ചതെന്ന് പറഞ്ഞിട്ട് ഭയങ്കര സത്യമാണ്. 9 മണി വരെ ആ കുട്ടിക്ക് ജീവനുണ്ട്. 9 മണി വരെ ആ കുട്ടിക്ക് ജീവനുണ്ട്. 9 മണി കഴിഞ്ഞിട്ടാണ് കുട്ടി മരിക്കണത്. സത്യമാണ്, ശ്വാസം മുട്ടി തന്നെ മരിച്ചത്. അത് എന്തുകൊണ്ടറിയോ, അവൻ്റെ അനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ തല ഒരു മരത്തിൽ താങ്ങിയിട്ട് അവൻ നിന്നപ്പോൾ അവൻ്റെ കഴുത്തും മരം കൂടെ ജാമായിട്ടാണ് അവൻ മരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അവൻ്റെ ഉപ്പാൻ്റെ ബോഡി കിട്ടിയിട്ടില്ല, അവൻ്റെ വല്യപ്പാൻ്റെ ബോഡി കിട്ടിയിട്ടില്ല, അവൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ മകൻ്റെ ബോഡി കിട്ടിയിട്ടില്ല. 3 മിസ്സിങ്ങാണ്. അവനിപ്പോൾ മെഡിക്കൽ കോളേജിലുണ്ട്. രക്ഷപ്പെട്ട കുട്ടി അവൻ്റെ ജ്യേഷ്ഠൻ്റെ കാലിൽ നല്ല മുറിവാണ്. ഒരു 10-15 സ്റ്റിച്ച് ഉണ്ടെന്ന് ഞാൻ അറിയാൻ കഴിഞ്ഞത്. ഇപ്പം എൻ്റെ മകനൊക്കെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്, കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇന്നലെ അവൻ്റെ ഉമ്മാക്ക് തലയ്ക്ക് സർജറി കഴിഞ്ഞപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടാണെന്നാണ് അറിഞ്ഞ വിവരം. പിന്നെ ഇപ്പം നൗഫൽ സംസാരിച്ചില്ലേ, അവൻ്റെ ഉമ്മാൻ്റെ പിന്നെ അവൻ്റെ അമ്മായിയാണ്. അവർ
ഞങ്ങൾ കൊണ്ടുവരുമ്പോൾ അവരെ മൂക്ക് ഇവിടെ കൂടിയാണ് അവർക്ക് ശ്വാസം കിട്ടുന്നത്, വായി കൂടിയല്ല, ഇവിടെ പൊട്ടിയിട്ട് ഇതിലേ ശ്വാസം വരുന്നത്. അപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കും ഒന്നിപ്പോൾ അറിഞ്ഞത് കുറച്ച് സീരിയസ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ വിംസിൽ ICUലാണ്. ഇപ്പോൾ ഒന്ന് വിളിച്ച് അന്വേഷിച്ചപ്പോൾ അവരും കുറച്ച് സീരിയസിലാണെന്ന് പറയാൻ പറഞ്ഞു. പിന്നെ എന്താ പറയുക, ഇപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ഒരു പുതിയ ടൗൺഷിപ്പ് ഉണ്ടാക്കും എന്നാണ്. ഇപ്പോൾ പറഞ്ഞല്ലോ ഞങ്ങളുടെ നാട്ടിലെല്ലാവരും ഒരുമിച്ച് വേണമെന്ന്. ഇനി മുണ്ടക്കൈയിൽ താമസിക്കാനാണോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് എല്ലാവരും ഒരുമിച്ച് താമസിക്കാനാണോ? മുണ്ടക്കയിലേക്ക് പോകാൻ താല്പര്യമില്ല. ഞങ്ങൾ പറയില്ല, ഞങ്ങളുടെ നാടാണ്, ഞങ്ങളെ മക്കളൊക്കെ ജനിച്ച് വളർന്ന നാടാണ്, മുണ്ടക്കയിലേക്ക് പോകാൻ താല്പര്യമില്ലെന്ന് പറയുന്നത് തന്നെ. പക്ഷേ അവിടെ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പോകാൻ പാടില്ലല്ലോ. ഇതേ പറയാനുള്ളൂ. ഞങ്ങൾ പള്ളി പോയി, എല്ലാ ഗവൺമെൻറ് സ്ഥാപനങ്ങളെല്ലാം പോയി, പോസ്റ്റ് ഓഫീസ്, സ്കൂൾ, അവ ഒന്നും അവിടെ ഇല്ല. എന്നാലും ഈ ഉള്ള ജനങ്ങളെ 300 പേരെ ഞങ്ങളെ ഒരുമിച്ച്, ഞങ്ങൾ ട്രൈബിനടക്കം ഇതേപോലെ ഒരുമിച്ചിട്ട് ഞങ്ങളെ പഴയ ഐക്യം ഞങ്ങൾ നാട്ടിൽ കൊണ്ടുവരണം, അത്രേ പറയാനുള്ളൂ. അതൊരു നാടിൻ്റെ ആവശ്യമാണ്.